ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി അധികാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒരു നഗരം. എന്നാൽ ഈ മിന്നിത്തിളങ്ങുന്ന തെരുവുകൾക്ക് പിന്നിൽ ആരും കാണാൻ ആഗ്രഹിക്കാത്ത ഇരുണ്ട ഒരു ലോകം തന്നെയുണ്ട്. സുരക്ഷിതത്വമില്ലാതെ, സംരക്ഷണമില്ലാതെ അവിടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കുറേ ജീവിതങ്ങൾ. ദ വയർ എന്ന ഓൺലൈൻ പോർട്ടലിലെ ഒരു പുതിയ ലേഖനം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഡൽഹിയിലെ നഗരങ്ങളിലെ തെരുവുകളിൽ പെൺകുട്ടികൾ ജീവിക്കുന്നത്? ഒരു വീട് എന്നത് നമുക്ക് വെറും ഒരു കെട്ടിടമല്ല, അത് സുരക്ഷിതത്വമാണ്. എന്നാൽ ഈ പെൺകുട്ടികൾക്ക് ആകാശമാണ് മേൽക്കൂര. ഓരോ രാത്രിയും അവർക്ക് ഭയമാണ്. എവിടെ ഉറങ്ങും, ആരാക്രമിക്കും എന്ന ഭയം. തെരുവിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ കൗമാരപ്രായക്കാർ വരെ നേരിടുന്ന പ്രധാന വെല്ലുവിളി ശുചിത്വമില്ലായ്മയാണ്. കുളിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഒരിടമില്ലാത്ത അവസ്ഥ. മാസമുറ ദിവസങ്ങളിൽ ഇവർ അനുഭവിക്കുന്ന ദുരിതം വിവരിക്കാനാവില്ല. ഒരു തുണ്ടു തുണിയോ സാനിറ്ററി പാഡോ പോലും ഇല്ലാതെ പൊതു ഇടങ്ങളിലെ ടാപ്പുകളെ ആശ്രയിച്ച് അവർക്ക് തള്ളി നീക്കേണ്ടി വരുന്നു. നമ്മുടെ കുട്ടികൾ ദിവസവും സ്കൂളുകളിൽ പോകുമ്പോൾ ഈ കുട്ടികൾ ചവറ് പിറക്കി നടക്കുന്നു, അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തുന്നു. സ്കൂൾ എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു ആഡംബരമാണ്. ഇതിനോടൊപ്പം തന്നെയാണ് അവർ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെന്നും ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം നിയമ സംവിധാനങ്ങൾ ഇവർക്ക് എത്രത്തോളം അന്യമാണ് എന്നതാണ്. പോലീസ് സ്റ്റേഷനിലോ ആശുപത്രിയിലോ എത്തിയാൽ പോലും ഇവർക്ക് വേണ്ട പരിഗണന ഒരിടത്തും കിട്ടുന്നില്ല. തിരിച്ചറിയൽ രേഖകളോ മറ്റ് തെളിവുകളോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവർ പുറന്തള്ളപ്പെടുന്നു. ഇവർക്ക് നീതി ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായി ഈ രാജ്യത്ത് മാറിയിരിക്കുന്നു. അതായത് ഈ രാജ്യത്തെ പൗരന്മാരായി പോലും പലപ്പോഴും ഇവർ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് വസ്തുത. ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് പുറമെ ഇവർ അനുഭവിക്കുന്ന മാനസികമായ ആഘാതം വലുതാണ്. ചുറ്റുമുള്ള ലോകം ഇവരെ അഴുക്കായി കാണുന്നു. ആളുകളുടെ തുറിച്ചുനോട്ടങ്ങളും മോശം വാക്കുകളും ഇവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. പലപ്പോഴും ലഹരി മരുന്നുകൾക്ക് അടിമകളാകാൻ ഇവർ പ്രേരിപ്പിക്കപ്പെടുന്നു. വിശപ്പും വേദനയും മറക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയായി അവർ അതിനെ കാണുന്നു. ഇത് അവരുടെ ആരോഗ്യത്തെയും ഭാവിയെയും പൂർണ്ണമായി നശിപ്പിക്കുന്നുണ്ട്. വെറും സഹതാപം കൊണ്ട് ഇവരുടെ ജീവിതം മാറുമോ? ഒരിക്കലുമില്ല. അതിനു വേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക എന്നതാണ്. നൈറ്റ് ഷെൽട്ടറുകൾ വെറുതെ ചെന്ന് കിടന്ന് ഉറങ്ങാനുള്ളൊരു സ്ഥലമല്ലാതെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരിടമായി മാറണം. സന്നദ്ധ സംഘടനകളും സാധാരണക്കാരായ നമ്മളും ഇവരെ മനുഷ്യരെ പരിഗണിക്കാൻ തയ്യാറാകണം. അവർക്ക് വേണ്ടത് ദാനമല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. തിരിച്ചറിയൽ രേഖകൾ നൽകുന്നതിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന സർക്കാരുകൾ നൽകണം. ഡൽഹിയിലെ പെൺകുട്ടികൾ ചുമക്കുന്നത് അവരുടെ ഭാരം മാത്രമല്ല, ഒരു സമൂഹമെന്ന രീതിയിൽ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് അവർ ആ ഭാരം ചുമക്കുന്നത്. അവർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള എല്ലാ വകുപ്പും ഈ രാജ്യത്തുണ്ടാകണം. അപ്പോൾ മാത്രമേ പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ പറയുന്ന രാജ്യം ശരിക്കും പുരോഗതിയിലെത്തുകയുള്ളൂ. അല്ലാതെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ടോ കാശുള്ളയാൾ വീണ്ടും കാശുണ്ടാക്കി ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് കൊണ്ടോ ഒരു രാജ്യം പുരോഗതിയിലെത്തത്തില്ല. അടിത്തട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ജീവിക്കാനുള്ള, അന്തസ്സോട് ജീവിക്കാനുള്ള അവകാശങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും ലഭിക്കുമ്പോൾ മാത്രമാണ് ആ രാജ്യം പുരോഗതിയിലേക്ക് എത്തുന്നത്.